കൈയിട്ട് വാരലോ എന്ന ചോദ്യത്തിന് ഒന്നാന്തരം കൈയിട്ട് വാരലാണെന്ന് മാത്രമല്ല, ഇവരെ പലിശ സഹിതം ഈ പണം തിരിച്ചുപിടിക്കുക മാത്രമല്ല, ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡീമോട്ട് ചെയ്യുകയോ വേണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആ കണക്ക് പരിശോധിക്കുകയായിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വളരെ സാധാരണക്കാരായ മനുഷ്യർ, അതും 60 വയസ്സ് പിന്നിട്ടവർ ഒരു വിഭാഗം, വികലാംഗ പെൻഷൻ വാങ്ങുന്നവർ, ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ, അങ്ങനെ സമൂഹത്തിൽ ജീവസന്ധാരണത്തിന് ഒരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന വെറും സാധാരണക്കാരായ മനുഷ്യരെ സംരക്ഷിച്ചു പിടിത്താൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ 1600 രൂപ ഇപ്പം 4 മാസം കുടിശ്ശികയാണ്. ആ 1600 രൂപ വീതം മാസത്തിന് കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ ഓരോ റിപ്പോർട്ടുകളിലും ആ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർക്ക് മറ്റൊരു വഴിയുമില്ലാതെ ഈ പെൻഷൻ വരുമ്പോൾ മാത്രം അതിൻ്റെ പകുതിയിലേറെ, ഒരുപക്ഷെ അത്രയും തന്നെ വീണ്ടും ചികിത്സാ ചെലവിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 1600 രൂപ വാങ്ങിയവരുടെ ലിസ്റ്റ് ഇന്ന് പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി. അതിൽ 2 പേര് കോളേജ് അധ്യാപകരാണ്. അതിലൊരാൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു, മറ്റൊരാൾ പാലക്കാട് ഒരു സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഈ 2 കോളേജ് അധ്യാപകരുടെയും ശരാശരി ശമ്പളം എന്ന് പറയുന്നത് മാസം 85,000-നും 95,000-നും ഇടയിലാണ്. 85,000 രൂപയിൽ പുറത്ത് ശമ്പളമുള്ള 2 കോളേജ് അധ്യാപകർ 1600 രൂപ സാധാരണക്കാരന് കിട്ടേണ്ട പെൻഷൻ അനധികൃതമായി കബളിപ്പിച്ച് ചതിയിലൂടെ, വഞ്ചനയിലൂടെ വാങ്ങുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പച്ചയ യാഥാർത്ഥ്യം. അവർ മാത്രമല്ല കേട്ടോ, 3 ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. ഇവരെന്താണ്, ആരെയാണ് പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. 3 ഹയർ സെക്കൻഡറി ജീവനക്കാർ, ശമ്പളം 55,000-നും 70,000-നും ഇടയിൽ ശമ്പളം പറ്റുന്ന 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഇക്കഴിഞ്ഞ കാലങ്ങളായി ഈ 1600 രൂപ സാധാരണക്കാരന് കിട്ടേണ്ട ക്ഷേമ പെൻഷൻ കള്ളത്തരത്തിലൂടെ വാങ്ങുന്നു എന്നുള്ളതാണ്. ഇനിയും തീർന്നില്ല. നോക്കൂ, അതിൽ മറ്റൊരു വകുപ്പ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ 124 പേര്, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 224 പേര്. ഒന്നാലോചിച്ച് നോക്കണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരിൽ, അതിൽ അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള വകുപ്പിൽപ്പെട്ടവരാണ് 224 പേര്. ആരോഗ്യവകുപ്പ് 373 പേർ, അതിൽ ഡോക്ടർമാരുടെ കാറ്റഗറിയിൽ നിന്ന് താഴെ തുടങ്ങി ഉള്ള ജീവനക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ, ആരോഗ്യവകുപ്പ്, ദെൻ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേര്, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ 46 പേര്, ഹോമിയോപ്പതിയിൽ 41, കൃഷി റവന്യൂ 35. ഇനിയൊരു കൗതുകകരമായൊരു കണക്കുണ്ട് കേട്ടോ. ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ്, സാമൂഹിക നീതി ഉറപ്പാക്കേണ്ട വകുപ്പിലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട വകുപ്പിലും 34 പേര്, ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ 31 പേര് എന്നിങ്ങനെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ നീണ്ട പട്ടിക. ഇതുകൊണ്ട് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനിയിപ്പോൾ സർക്കാർ പരിശോധിക്കുന്നത്. ഇത് കണ്ടെത്തിയ വഴി ഇങ്ങനെയാണ്. സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങളടങ്ങുന്ന ഡാറ്റ വരുന്നത് സ്പാർക്കിലാണ്. പെൻഷൻകാരുടെ മുഴുവൻ ഡാറ്റയും ഉള്ളത് IKM-ലാണ്, അഥവാ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷൻ്റെ കയ്യിലുള്ള പെൻഷൻകാരുടെ ഡാറ്റയും സ്പാർക്കിലുള്ള ജീവനക്കാരുടെ ഡാറ്റയും തമ്മിൽ ക്രോസ് മാച്ച് ചെയ്തപ്പോൾ ഇതിൽ ഓവർലാപ്പായി കണ്ടെത്തിയതാണ് ഈ 1458. അങ്ങനെ കണ്ടെത്തിയ ലിസ്റ്റാണ് ഇന്നിപ്പോൾ പുറത്തു വന്നപ്പോൾ 2 കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി ജീവനക്കാരും അടക്കം 1458 പേര് ഈ 1600 രൂപ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. ഇവരെ ഞാൻ പറയുന്നത് സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നോക്കൂ, ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി സാധാരണക്കാർക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയെ അടിച്ചു മാറ്റി കൊള്ളയടിക്കാൻ ശ്രമിച്ചവരാണ്. അത് സർക്കാരിൻ്റെ പദ്ധതിക്കെതിരാണ്. ഇങ്ങനെയുള്ളൊരു മാതൃകാപരമായി എങ്ങനെ സേവനം നടത്തുക? ഇവർ ഏതു മേഖലയിൽ പണിയെടുത്താലും ഇതേ വഞ്ചനയും ചതിയും കാട്ടില്ലേ? പ്രത്യേകിച്ച് അധ്യാപക മേഖലയിൽ നിൽക്കുന്ന ജീവനക്കാരാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി തന്നെ ഉണ്ടാവണം, മാതൃകാപരമായ നടപടി ഉണ്ടാവണം. ഇത് 1600 രൂപ കൂടി ഇങ്ങ് പോന്നോട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ. ആ 80,000 50,000 രൂപ ശമ്പളം പറ്റുന്നത് എന്തിനേറെ 25,000 30,000 രൂപ ശമ്പളം കിട്ടുന്നവരാണെങ്കിൽ പോലും ഈ 1600 രൂപ അത് സർക്കാരിൽ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് പോകണമെന്ന് തീരുമാനിക്കപ്പെടുന്നതിന് പകരം ആ പണം ഇങ്ങ് പോന്നോട്ടെ എന്ന് വിചാരിച്ച്, ഇനി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണെങ്കിൽ പോലും ആ വീഴ്ചയെ എന്തുകൊണ്ടാണ് അവർ സ്വയം ആസ്വദിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാതൃകാപരമായി ഇവർക്കെതിരെ ശിക്ഷാ നടപടി ഉണ്ടാവണം. എത്രയും പെട്ടെന്ന് ഇവരെ, പ്രത്യേകിച്ച് അധ്യാപക തസ്തികകളിലാണെങ്കിൽ അവർ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം
മോശം, അതല്ലെങ്കിൽ വളരെ അപകടം പിടിച്ചതായിരിക്കും. എന്തായാലും സർക്കാർ വൈകിയാണെങ്കിലും അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ്റെയും സ്പാർക്കിൻ്റെയും ഉദ്യോഗസ്ഥരാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും അത് കൈയിട്ടുവാരലാണ്. സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ലജ്ജാകരമായ നാണക്കേടുണ്ടാക്കുന്ന ഒരു അല്പം ഉളുപ്പില്ലാത്ത ഒരു വർഗമായി മാറിയവരാണ് ഈ 1458 പേരെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ പണം ആർക്കുള്ളതാണ് എന്നത് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ അവർക്കിത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലെന്നാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് കൈയിട്ടുവാരൽ തന്നെയാണ്. Meet the editors.